السلام عليكم ورحمة الله وبركاته. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا، وأشهد أن محمدا عبده ورسوله بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في الله حق جهاده وتركنا على البيضاء ليلها كنهارها لا يزيغ عنها إلا هالك. فصلوات ربي عليه وعلى آله وأصحابه الطيبين الطاهرين وسلم تسليما مزيدا إلى يوم الدين. أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ചത് ആദ്യത്തെ ആയത്ത് സൂറത്തുൽ കഹ്ഫിൽ നിന്നുള്ള ആദ്യത്തെ ആയത്താണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അതില് അള്ളാഹുവിനുള്ള മഹാമിദുകൾ, സ്തുതികൾ, ആ സ്തുതിയെ സംബന്ധിച്ച് ഹംദിനെ കുറിച്ച് പറഞ്ഞു. അതിൽ അള്ളാഹുവിന് ഹംദ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി ഭൂലോകത്തേക്ക്, മനുഷ്യലോകത്തേക്ക് അയച്ചു. നബിക്ക് ഗ്രന്ഥം ഇറക്കി കൊടുത്തു, ഖുർആൻ ഇറക്കി കൊടുത്തു എന്നുള്ളതാണ്. ആ ഖുർആനിനെ സംബന്ധിച്ച് രണ്ട് വിശേഷണങ്ങൾ പറഞ്ഞു. ഒന്ന് ലം യജ്അൽ ലഹു ഇവജ, രണ്ടാമത്തേത് ഖയ്യിമൻ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിന്റെ ബാക്കി പറയാം. ലിയുൻസിറ ബഅസൻ ശദീദൻ മിൻ ലദുൻ വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസന. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ ഭൂലോകവാസികളിലേക്ക് നിയോഗിച്ചയച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അള്ളാഹു ഇറക്കിക്കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? അത് ലിയുൻസിറ ബഅസൻ ശദീദൻ മിൻ ലദുൻ. ഒന്നാമത്തെ കാര്യം അതാണ്, ഇൻസാർ നൽകാൻ വേണ്ടിയാണ്. അൻസറ യുൻസിറു, ഇൻസാർ. ഇൻസാർ എന്ന് പറഞ്ഞാൽ താക്കീദ് എന്നാണ്, മുന്നറിയിപ്പ് എന്നാണ്. മുൻകൂട്ടി തന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്ന ഇന്ന ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് വരാനുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല, ഗൗനിച്ചില്ല, അങ്ങനെ നിങ്ങൾ വഴി തെറ്റിയാണ് പോയത് എങ്കിൽ ഇന്ന ഇന്ന ദോഷങ്ങൾ നിങ്ങൾക്ക് വരാനുണ്ട്. ഈ മുന്നറിയിപ്പ് അത് ജീവിതത്തിൽ അമല് ചെയ്യാൻ, കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു സന്ദർഭമാണ് ദുനിയാവ്, ഭൂലോകത്തെ ജീവിതം. ആ ഭൂലോക ജീവിതത്തിൽ അത് നമ്മൾക്ക് നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ ജീവിതത്തെ നിങ്ങൾ ഗൗരവപൂർവ്വം സമീപിച്ചില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ശാസനകൾ, കൽപ്പനാ വിലക്കുകൾ നിങ്ങൾ മാനിച്ചിട്ടില്ല എങ്കിൽ ഇന്ന ദോഷം നിങ്ങൾക്ക് വരാനുണ്ട്. അതെന്താണ്? ബഅസൻ ശദീദൻ, വമ്പിച്ച കഠിനമായ ശിക്ഷയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ബഅസ്. ബഅസ് എന്ന് പറഞ്ഞാൽ ദണ്ഡനങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അവൻ പരിചയപ്പെടുത്തുന്നിടത്ത് രണ്ടും ഒരേപോലെ പറയും. അവൻ ചെയ്തു തരുന്ന മഹത്തായ അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹ് വിവരിക്കുന്ന അതേ സന്ദർഭങ്ങളിൽ തൊട്ടടുത്ത് അവൻ
ധിക്കാരികൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന കടുത്ത ശിക്ഷയെ സംബന്ധിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അത് ഖുർആനിൽ അള്ളാഹു സ്വീകരിച്ചിട്ടുള്ള ഒരു ശൈലി തന്നെയാണ്. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം, എന്റെ അടിയാറുകൾക്ക് അറിയിച്ചു കൊടുക്കുക, അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ എല്ലാം പൊറുക്കുന്നവനാണ്, അത്യധികം റഹ്മത്ത് ചെയ്യുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഗുഫ്റാനിനെ കുറിച്ചും റഹ്മത്തിനെ കുറിച്ചും പറഞ്ഞപ്പോൾ തൊട്ടടുത്ത വാചകം വഅന്ന അസാബി ഹുവൽ അസാബുൽ അലീം, എന്റെ ശിക്ഷ, ഒരുത്തന് എന്റെ ശിക്ഷ നിർബന്ധമായി കഴിഞ്ഞാൽ ആ ശിക്ഷ ചെറുതായിരിക്കില്ല. ഹുവൽ അസാബുൽ അലീം, അത് തന്നെയായിരിക്കും ഏറ്റവും വേദനിപ്പിക്കുന്ന ശിക്ഷ, വേദനാജനകമായ ശിക്ഷ. അതുകൊണ്ട് തന്നെ ആ ശിക്ഷയുടെ കാഠിന്യത്തെക്കുറിച്ച്, അതനുഭവിക്കേണ്ടി വരുന്ന ആളുകളുടെ യാതനയെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ഭാവനയിൽ പോലും കാണാൻ പറ്റാത്ത അത്ര തീവ്രമാണ്, കഠിനമാണ് എന്നത് പല ആയത്തുകളിൽ, പല സൂക്തങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചിട്ടുണ്ട്. ഈ കാര്യം ആദ്യം പറഞ്ഞു. ഇതൊക്കെ മനുഷ്യന്റെ ഫിത്രത്തിൽ തന്നെ അള്ളാഹു ഉൾച്ചേർത്തിട്ടുള്ള കാര്യമാണ്. ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ മക്കളോട് മനുഷ്യരുടെ ആത്മാക്കളിൽ നിന്ന് കരാറ് വാങ്ങിയതിന്റെ ഭാഗമായി നമ്മുടെ ഫിത്രത്തിൽ തന്നെ ഉള്ള അടിസ്ഥാന ആശയമാണിത്. നിങ്ങൾ സ്വയം ഒരു സൃഷ്ടിയായി ഇവിടെ വന്നതല്ല, നിങ്ങളെ സ്വോദ്ദേശപൂർവം ഒരു സൃഷ്ടാവ് അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളാണ് നിങ്ങൾ. ഭൂലോകത്ത് നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതം നിരർത്ഥകമല്ല, വ്യർത്ഥമല്ല. അത് ഉദ്ദേശപൂർവം, അതിന് ചില ലക്ഷ്യങ്ങളുണ്ട്, മഹത്തായ ലക്ഷ്യങ്ങളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. സ്വോദ്ദേശപൂർവമായ സൃഷ്ടിപ്പ്, അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളിവിടെ കടന്നു വന്നിട്ടുള്ളത്. നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഏകനായ അള്ളാഹു മാത്രമാണ്. ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഭൂമുഖത്തെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പരീക്ഷിക്കാനാണ്. അള്ളാഹനെ മാത്രം റബ്ബായും ഇലാഹായും നിങ്ങൾ സ്വീകരിക്കണം, മറ്റാരെയും നിങ്ങൾ റബ്ബായും ഇലാഹായും സ്വീകരിക്കരുത് എന്നുള്ളതാണ്. എന്നാൽ ഇതൊരു കരാറായി, ഉടമ്പടിയായി ഓരോ മനുഷ്യനോടും വാങ്ങുകയും അത് ലംഘിച്ചാൽ അള്ളാഹുവിന്റെ മുമ്പാകെ പരലോകത്ത് വരുമ്പോൾ, ന്യായവിധി നാളിൽ, വിചാരണ നാളിൽ അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോൾ ഞാനിതൊന്നും അറിഞ്ഞില്ല എന്നൊരാൾക്ക് കൈമലർത്തി അവന്റെ നിരപരാധിത്വം അള്ളാഹിനോട് ബോധിപ്പിക്കാനുള്ള അവസരം തന്നെയില്ല. അന്തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്ന അൻ ഹാദാ ഗാഫിലീൻ, ഖിയാമത്ത് നാളിൽ വരുമ്പോൾ അള്ളാഹുവിനോട് നിങ്ങൾ പറയോ? അങ്ങനെ പറയാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് തരാതെ ആ വാതിൽ അങ്ങ് അടക്കുകയാണ്. ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. അല്ല, അത് നിങ്ങളെ ആലമുൽ അർവാഹിൽ വെച്ച് ഇങ്ങനെ കരാറെടുക്കുകയും അത് നിങ്ങളുടെ ഫിത്രത്തിൽ തന്നെ അല്ലാഹു ഉൾച്ചേർക്കുകയും ചെയ്തിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും ഉണർത്താനാണ് അമ്പിയാക്കന്മാർ വരുന്നത്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കന്മാര് അവര് വരുന്ന കാര്യത്തെ സംബന്ധിച്ച്, അവർ കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച്, അവരെക്കുറിച്ചൊക്കെ ഈ ഉണർത്തുന്നവർ എന്ന പദം പ്രയോഗിച്ചത് അതുകൊണ്ടാണ്. ഇന്നമ അന്ത മുദക്കിർ, താങ്കൾ ഉണർത്തുന്നവനാണ്. ഈ അള്ളാഹുവുമായി അവന്റെ അടിമകളായ നമുക്കുള്ള ഈ ഉടമ്പടിയെ സംബന്ധിച്ച് ഉണർത്തുകയാണ്. ആ കരാറ് നിങ്ങൾ പാലിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, അത് നിങ്ങൾ ലംഘിക്കുന്നുവെങ്കിൽ, പാലിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് കടുത്ത ശിക്ഷയുണ്ട് എന്ന് ഉണർത്തലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് മനുഷ്യരാശിയിലേക്ക് ഇറക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളെ കുറിച്ച് ദിക്ർ, ഉത്ബോധനം, ഉണർത്തുന്നത് എന്നർത്ഥത്തിലുള്ള വാക്കുകൾ പ്രയോഗിച്ചത് അതുകൊണ്ടാണ്. അതിന്റെ ഭാഗമാണ് ലിയുൻദിറ, താക്കീത് നൽകാൻ വേണ്ടിയാണ്. അന്നത് കഴിഞ്ഞു, അത് തന്നെ മതി. അതിന്റെ പുറമെ സമയാസമയങ്ങളിൽ, കാലാകാലങ്ങളിൽ ഇതപര്യന്തം അള്ളാഹു നബിമാരെ ഇറക്കി. ആ നബിമാർക്ക് അള്ളാഹു ഗ്രന്ഥങ്ങൾ കൊടുത്തു. ആ ഗ്രന്ഥങ്ങളിലുള്ള മൂലവാക്യങ്ങൾ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തുകൊണ്ട് അമ്പിയാക്കന്മാർ അവരോട് പറയുന്നു, മനുഷ്യ, അള്ളാഹുവിന്റെ ശാസനകളെ നീ ധിക്കരിച്ചാൽ അള്ളാഹു ശിക്ഷിക്കും കേട്ടോ. അവന്റെ ശിക്ഷ ചെറുതല്ല. ബഅ്സൻ ശദീദൻ, കഠിനമായ ദണ്ഡനമാണ് അള്ളാഹു നിങ്ങളെ ഏൽപ്പിക്കുക. അത്
താക്കീത് നൽകാൻ വേണ്ടിയാണ്. മില്ലദുൻ, അവന്റെ അടുക്കൽ നിന്നുള്ള, അഥവാ അള്ളാഹു അവന്റെ അടുക്കൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള, അവൻ നിശ്ചയിച്ചിട്ടുള്ള, അവന്റെ ഖളാഇലും അവന്റെ ഖദറിലും ഉൾപ്പെട്ടിട്ടുള്ള കാര്യമാണത്. അതവൻ ഒരുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അൽ ജന്നത്തു വന്നാറു മഖ്ലൂഖത്താനില്ലാൻ. അഹ്ലുസുന്നത്തി വൽ ജമാഅ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. നല്ലവരായ ആളുകൾക്ക് അള്ളാഹു ഒരുക്കിയിട്ടുള്ള സ്വർഗവും മോശപ്പെട്ട ആളുകൾക്ക്, ധിക്കാരികൾക്ക് അവൻ ഒരുക്കി വെച്ചിട്ടുള്ള നരകവും ഇപ്പോൾ തന്നെ ഉണ്ട്, സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. മഖ്ലൂഖത്താനില്ലാൻ. ആ നരകത്തിലുള്ള ശിക്ഷ, അതിൽ നിന്ന് അവൻ അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ, ദണ്ഡനങ്ങൾ, അതിനെ സംബന്ധിച്ച് താക്കീത് നൽകാൻ വേണ്ടിയാണ്. വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്ന ലഹും അജ്റൻ ഹസന. അതേപോലെ വയുബശ്ശിറൽ മുഅ്മിനീൻ, എന്തിനാണ് അള്ളാഹു മുഹമ്മദ് നബിക്ക് റിവജില്ലാത്ത ഖയ്യിമായ ഗ്രന്ഥം കൊടുത്തത്? ധിക്കാരികൾക്ക് കടുത്ത ശിക്ഷയുണ്ടെന്ന് താക്കീത് നൽകുന്നത് പോലെ തന്നെ വയുബശ്ശിറ, ബിശാറത്ത് നൽകാനാണ്. ടൈഡിങ്സ്, സുവിശേഷങ്ങൾ, സന്തോഷ വാർത്തകൾ, അതിനാണ് ബിശാറത്ത് എന്ന് പറയാം. സന്തോഷ വാർത്ത അറിയിക്കാനാണ്. ആരെയാണ് സന്തോഷ വാർത്ത അറിയിക്കുന്നത്? അൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന, അള്ളാഹു വിശ്വസിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു അത് മുഴുവൻ വിശ്വസിക്കുന്ന, അത് വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിക്കുന്ന, ആ വിശ്വാസത്തിൽ ചാഞ്ചല്യമോ അല്ലെങ്കിൽ ഇടയാട്ടമോ ഇല്ലാത്ത യഖീനുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ. മുഅ്മിൻ എന്ന് പറയുമ്പോൾ ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണോ ആ തരത്തിലുള്ള ശരിയായ മുഅ്മിനീങ്ങൾ, ട്രൂ ബിലീവേഴ്സ്, അവരെ ബോധ്യപ്പെടുത്താൻ, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കാനാണ്. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്. ഈമാൻ എന്ന് പറയുമ്പോൾ വിചാരിക്കും അന്ന് അങ്ങനെ വിശ്വസിക്കാണ്ടാണ്ട് തല തിരിച്ച് കിടന്നാൽ മതിയല്ലോ, അതുകൊണ്ട് നടക്കൂല. ഈമാനിന്റെ മുസമ്മയിൽപ്പെട്ടതാണ് അമലുകൾ. അമല് ഇല്ലാതെ ഒരു ഈമാനില്ല. 3 തരത്തിലുള്ള അമലും വേണം. ജിനാൻ, ഖൽബ് കൊണ്ടുള്ള അമല് വേണം. അതാണ് ഏറ്റവും പ്രധാനം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു വന്നത്. നാവ് കൊണ്ടുള്ള പ്രവർത്തനം വേണം. ഖൗലുൻ ബിൽ ലിസാൻ, അത് മാത്രം മതി, അതും പോരാ. അമലുൻ ബിൽ ജവാരിഹി വൽ അർക്കാൻ, നമ്മുടെ അവയവങ്ങൾ കൊണ്ട്, ശരീര അവയവങ്ങൾ കൊണ്ട് നമ്മൾ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ അവന് വേണ്ടിയിട്ടുള്ള ഇബാദത്ത്, അമലുകൾ ചെയ്യണം. ആ അമലുകൾ 2 രൂപത്തിലുണ്ട്. ഒന്ന് അള്ളാഹ്ക്കുള്ള ഇബാദത്ത്, മഹ്ലായ ഇബാദത്ത്, തഅബ്ബുദിയായ കാര്യങ്ങൾ. മറ്റൊന്ന് അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്, അതിന്റെ ഖൽബാണ് ഇബാദത്താകുന്നത്. ഖാലബ് എന്ന് പറയുന്നത് ഇബാദത്തായിക്കൊള്ളണമെന്നില്ല. മനുഷ്യന്മാർക്ക് നന്മ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും, ആ പ്രവർത്തനങ്ങള് അതിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന അതിന്റെ ആ ചൈതന്യമാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. അപ്പോ സഹജീവികളുമായി, ഇതര ജീവികളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ, അതിൽ ഇബാദത്ത് വരുന്നുണ്ട്. അതല്ല ഇനി അള്ളാഹുവുമായിട്ടുള്ള മഹ്ലായ ഇബാദത്ത്, നമസ്കാരം, നോമ്പ് പോലെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമസ്കാരം, നോമ്പ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു, അതുകൊണ്ട് വേറെ ആർക്കും ഒരു ഗുണമൊന്നും കിട്ടാനില്ല. ആ ചെയ്ത് ശരിയായ നമുക്ക് അതിനുള്ള പ്രതിഫലം കിട്ടി. നേരെ മറിച്ച് പാവങ്ങൾക്കാർക്കെങ്കിലും സദഖ ചെയ്തു, ദാനധർമ്മങ്ങൾ കൊടുത്തു, അഗതികളെ സംരക്ഷിച്ചു, വിശക്കുന്നവന്റെ വിശപ്പ് അത് മാറ്റുന്നതിന് വേണ്ടി ഭക്ഷണം കൊടുത്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്താൽ അത് അവന്റെ നിയ്യത്ത് ശരിയായിട്ടില്ലെങ്കിലും, അതിന്റെ തഅബ്ബുദിയായ ഇബാദത്തിന്റെ അംശം ശരിയായിട്ടില്ലെങ്കിലും പാവങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടും. അതിന്റെ നിയ്യത്ത് ശരിയായി കഴിഞ്ഞാൽ എന്തായിത്തീരും? അവന് മച്ചുമായി. പാവങ്ങൾക്കുള്ള ഗുണത്തിന് പുറമെ അവനത് ഇബാദത്തായി പരിഗണിക്കുന്നു. ഇബാദത്തുകളുടെ കാര്യം അങ്ങനെയാണ്, പല ലെവലിലാണ് ഇബാദത്തുകൾ കിടക്കുന്നത്. ഇനി അതുമല്ല, അതിലും താഴെയുള്ള ചില കാര്യങ്ങളുണ്ട്, മുബാഹാത്തുകളുണ്ട്. അതിനെ നമുക്ക് ഇബാദത്താക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ട്, ഇബാദത്താക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് മുബാഹാത്തുകളിൽ. നിയ്യത്ത് ശരിയാക്കുകയാണെങ്കിൽ വകസീറും മിനൽ മുബാഹാത്ത്,
അള്ളാഹ് അനുവദിച്ചു തന്നിട്ടുള്ള വെറും പെർമിസിബിൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെ അത് മേർലി അള്ളാഹ് നമുക്കത് അനുവദിച്ചു തന്നു എന്ന് മാത്രം. പക്ഷെ അതിന് നിയ്യത്ത് ശരിയാക്കുകയാണെങ്കിൽ എന്താകും? അതിനെ ഇബാദത്താക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. ഉദാഹരണമായിട്ട് കപ്പിൾസ് ആയിട്ട് ജീവിക്കുന്ന ഭാര്യയും ഭർത്താവുമാണ്. സ്വാഭാവികമായും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ട ചെലവ് കൊടുക്കണം. അത് അയാൾ ചെയ്യുന്നൊരു കാര്യമാണ്, ചെയ്യേണ്ട ഒരു കാര്യം, ചെയ്യുന്നൊരു കാര്യം. പക്ഷെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന, ചെലവ് കൊടുക്കുന്ന സമയത്ത് അയാളുടെ നിയ്യത്ത് അയാൾ ശരിപ്പെടുത്തി എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത് ഇബാദത്തായിട്ട്. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരിക ബന്ധം, മറ്റേതിൽ അയാളെ കടമല്ലേ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കാം. അത് പെർമിസിബിൾ എന്നതിനപ്പുറമാണ്. അതുകൊണ്ട് എന്റെ ഉദാഹരണം അത്ര ഫിറ്റ് ആയിട്ടില്ല. ഓക്കെ, അത് വിട്ടേക്കും. ലൈംഗിക ബന്ധം, ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അത് രണ്ടുപേരുടെയും ശാരീരികമായ ഒരു ആവശ്യമാണ്, മുബാഹായ ഒരു കാര്യമാണ്. അതിൽ അയാൾ നിയ്യത്ത് ശരിയാക്കി ഇത് ഹലാലായ മാർഗത്തിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി തന്നത് ഞാൻ അത് തെറ്റിലേക്ക് പോകാതെ ഹലാലായ രൂപത്തിൽ തന്നെ ഞാൻ എന്റെ കാര്യങ്ങൾ നിറവേറ്റുന്നു, ഭാര്യന്റെ കാര്യങ്ങൾ നിറവേറ്റുന്നു. അയാൾ അതിന്റെ നിയ്യത്ത് ശരിപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ബുളുഇൽ പോലും എന്തുണ്ട്? നിങ്ങൾക്ക് സദഖയുണ്ട്. അത് ഒരു പുണ്യമായി തീരുന്നു, ഇബാദത്തായി തീരുന്നു. ഇനി അത് ഞാനിവിടെ പറയുന്ന സമയത്ത് പ്രത്യേകം പറയാം, ഒന്നും കൂടെ പറയാം. അപ്പോ വീടുകളിൽ സ്ത്രീകളുണ്ട്, എന്താണെങ്കിലും റമദാനിന് അവർ ഭക്ഷണം ഉണ്ടാക്കും. ഭർത്താവിന്, കുട്ടികൾക്ക്, വീട്ടിലുള്ള മറ്റ് ബന്ധുക്കൾക്ക് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി അവർ ഭക്ഷണം ഉണ്ടാക്കും. അത് അവർ ചെയ്യുന്നൊരു പണി, അവരുടെ ഒരു റൊട്ടീൻ, അവരുടെ ഒരു കിച്ചൺ കോറസ്, അത് അവര് ചെയ്ത് തീർത്തേ പറ്റൂ. അവരെ ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നു. ഭർത്താവ് അന്നത്തെ ഭക്ഷണം വളരെ ഉഷാറായിട്ടുണ്ട് എന്ന് അവരെ ഒരു നല്ലൊരു അവരുടെ ഒരു സ്പിരിറ്റ് കൂട്ടാൻ വേണ്ടി ഒരു വാക്കും പറയുന്നു, അതിൽ കഴിഞ്ഞു. പക്ഷെ ഒരു മുഅ്മിനിന്റെ കാര്യം അങ്ങനെയല്ല. ആ സ്ത്രീ കുറച്ച് ഉയർന്ന് ചിന്തിക്കുന്ന, ഈമാനികമായി കുറച്ചുകൂടി ഉയർന്ന് ചിന്തിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന് നിങ്ങൾ വെക്കൂ. അവര് ആ ഭക്ഷണം തയ്യാറാക്കുന്ന സമയത്ത് അവരുടെ നിയ്യത്ത് മാറ്റി, എന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തണം, മക്കളെ തൃപ്തിപ്പെടുത്തണം, ഭക്ഷണം ഉഷാറായി എന്ന് പറഞ്ഞിട്ട് അന്ന് ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലൊക്കെ, ഫാമിലി ഗ്രൂപ്പിലൊക്കെ നടണം എന്നതിൽ അതല്ല എന്റെ ആവശ്യം. ആ സ്ത്രീ കണക്കാക്കുന്നത് റമളാനാണ്. എന്റെ വീട്ടിലുള്ളവരൊക്കെ സ്വാഇമീങ്ങളാണ്, നോമ്പെടുക്കുന്ന ആളുകളാണ്. അവർക്ക് നോമ്പ് തുറക്കുന്നതിന് വേണ്ടി, ഇഫ്താറിന് വേണ്ടിയുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് ഒരു നല്ല ഹസനത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഈ പ്രവർത്തനം എന്റെ മീസാനിൽ കനം തൂങ്ങുന്ന ഹസനാത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് ആ സ്ത്രീ നിയ്യത്ത് വെച്ചാൽ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പണി തന്നെയാണ്. ഈ നിയ്യത്ത് ശരിയാക്കുന്നതോട് കൂടിയിട്ട് ആ മുബാഹായ കാര്യം ഇബാദത്തായി തീരുന്നു. ഞാനതിവിടെ പ്രത്യേകിച്ച് പറയാൻ കാരണം, ഇതില് ക്ലാസ് കേൾക്കുന്നവരിലും നേരിട്ട് കേൾക്കുന്നവരിലും അല്ലാത്തവരിലും ഒക്കെ ഒരുപാട് സ്ത്രീകളുണ്ടാവും. അവരിത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, അവരുടെ മുന്നിൽ വന്നൊരു അവസരം അവര് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ്. ആ ഒരു സെൻസിൽ, ആ ഒരു അർത്ഥത്തിൽ അവര് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാവില്ല പലരും. ആ ഒരു അർത്ഥത്തിലേക്ക്, ആ ഒരു തലത്തിലേക്ക് ഇവർ വരുന്നതോട് കൂടിയിട്ട് ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം എന്താണ്? ഒരു മുഅ്മിൻ ശരിയായ അർത്ഥത്തിൽ ജീവിതത്തെ നോക്കിക്കാണാൻ ഒരു ഒരു സ്ത്രീക്ക് ശരിയായ അർത്ഥത്തിൽ അവരുടെ ജീവിത വ്യവഹാരങ്ങളെ നോക്കിക്കാണാൻ കഴിയുമ്പോൾ എത്ര മനോഹരാണ്, എത്ര കളർഫുൾ ആയി തീരും ജീവിതം, എത്ര പ്രശ്നരഹിതമായി തീരും. ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ലഘൂകരിക്കപ്പെടും, ആയാസരഹിതമായി തീരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ വീട് പണിയൊക്കെ ചെയ്തിട്ട് എന്നിട്ട് ഭർത്താവ് ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ മക്കളാരോ ഒന്ന് കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ വേറെ എന്തൊന്നായി അവരാകെ മൂഡൌട്ടായി, പിന്നെ ശാപവാക്കുകളുമായി മൂലയിൽ പോയി കണ്ണ് ചിമ്പി കിടക്കുന്ന, ലൈറ്റ് ഇടാൻ സമ്മതിക്കാത്ത അവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതിയാണുള്ളത്. അതൊന്നുമില്ല. ഞാൻ എന്റെ കോൺട്രാക്ട് ഉറപ്പിക്കുന്നത് അള്ളാഹുവുമായിട്ടാണ്. ഭർത്താവ് അവിടെ നിൽക്കട്ടെ, മക്കൾ അവിടെ നിൽക്കട്ടെ, വേറുള്ളവരവിടെ നിൽക്കട്ടെ,
എന്റെ ഇടപാട് അള്ളാഹിനോടാണ്. ഞാൻ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് അള്ളാന്റെ അടുക്കൽ നിന്റെ ഹസനാത്തുകൾ വർദ്ധിക്കാനാണ്, എന്റെ മീസാനിൽ കനം തൂങ്ങാനാണ്. ഞാൻ ഈ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവരത് അപ്രിഷിയേറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്റെ അജർ അള്ളാന്റെ അടുക്കൽ രേഖപ്പെട്ടു. എനിക്ക് അതാണ് വേണ്ടത്, ഏറ്റവും ആദ്യം വേണ്ടത് അതാണ്. അവര് ആ ഭക്ഷണം കഴിച്ചിട്ട് നന്നായെങ്കിൽ നന്നായി എന്നും അവരൊരു ദുആ ചെയ്തു, ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്തു, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ദുആ ചെയ്തുവെങ്കിൽ അതൊക്കെ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം, അത് വേറെ കാര്യം. അപ്പൊ അവർ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ഇവര് അള്ളാഹുവുമായിട്ട് ഇടപാട് ഉറപ്പിക്കുന്നത് കൊണ്ട്, ഡീൽ ഉറപ്പിക്കുന്നത് കൊണ്ട് അവരെ കുടുംബത്തിൽ പ്രശ്നം തീർന്നു. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് അള്ളാന്റെ അടുക്കൽ ഉണ്ട്, അത് പോസിറ്റീവായിട്ട് കനം തൂങ്ങും. മീസാനു ഹസനാത്തിഹ, അവരുടെ ഹസനാത്തിന്റെ കൂട്ടത്തിൽ കനം തൂങ്ങും എന്ന് വരുന്നതോട് കൂടി അവർ തൃപ്തരായി. അപ്പൊ ജീവിതത്തിലെ മറ്റൊരു തലത്തിലേക്കാണ് ഒരു മുഅ്മിനെത്തുന്നത്, ഒരു മുഅ്മിനത്തെത്തുന്നത്. അതിലേക്ക് നിങ്ങൾ പോകണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനുവേണ്ടിയാണ് ഞാൻ അവിടെ പറഞ്ഞത്. ഏതായിരുന്നാലും ശരി, മുഅ്മിനീങ്ങളായ ആളുകൾ ഈമാനിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഈമാൻ എന്ന് പറയുമ്പോൾ അതിൽപ്പെട്ടതാണ് ഖൗലുൻ വ അമൽ, നാവ് കൊണ്ടുള്ള പ്രഖ്യാപനം. അതുപോലെ തന്നെ അമൽ, ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം. ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനത്തിൽ മനസ്സുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട്, അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഇത് ഈമാനിന്റെ നിർവചന പരിധിയിൽ ഉൾപ്പെടുന്ന കാര്യമാണ്, ഈമാന്റെ നിർവചനത്തിൽപ്പെട്ടതാണത്. അതുകൊണ്ടാണ് അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ അമലും സ്വാലിഹാത്ത് ചെയ്യും. സ്വാലിഹത്താകണമെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞോന്ന് എല്ലാറ്റിനെയും കൂട്ടിയിട്ട് അതിന്റെ സ്വാലിഹത്താക്കാം എന്ന് കരുതണ്ട. സ്വാലിഹത്താക്കാൻ 2 നിബന്ധന ഉണ്ട്, അത് മറന്നു പോകരുത്. ഒന്ന് അൽ ഇഖ്ലാസ്, രണ്ടാമത്തേത് അൽ മുതാബഅ. ഒന്ന് ഇഖ്ലാസാണ്, അത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യണം, വേറെ ആർക്കും വേണ്ടി ചെയ്യരുത്. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ തന്നെ അതിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ കലരരുത്, യാതൊരു തരത്തിലുള്ള കലർപ്പുകളും. ഏതുപോലെ റിയാ, സുംഅത്ത്, ദിക്ർ, തലബുദ്ദുനിയ, ഇങ്ങനെയുള്ള എനിക്ക് ലോകമാന്യം വേണം, എനിക്ക് പ്രശസ്തി വേണം, എന്റെ കീർത്തി വർദ്ധിക്കണം, അല്ലെങ്കിൽ ഭൗതികമായ നേട്ടങ്ങൾ വേണം, ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലക്ഷ്യം അതിലേക്ക് ഉണ്ടാവരുത്. അതിനുള്ള ഏകമായ ലക്ഷ്യം അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തത്, അള്ളാഹ് അത് സ്വീകരിച്ച് സ്വർഗപ്രവേശനം നൽകി സ്വർഗത്തിൽ വെച്ച് അള്ളാന്റെ മധ്യ കാണണം, ഇത് മാത്രമായിരിക്കണം ലക്ഷ്യം. പിന്നെ വതജ്രീദുൽ മുതാബഅതി ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് തോന്നിയതൊക്കെ വാരിപ്പിടിച്ച് ചെയ്യാവുന്നതല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി, കണിശമായി, നിശിതമായി പിന്തുടർന്നുകൊണ്ടായിരിക്കണം. അപ്പൊ നബി നമുക്കതിൽ ഒരു മാതൃക അല്ല, നബി നമുക്കതിൽ ഒരു നിർദ്ദേശം തന്നിയ പ്രവർത്തനങ്ങളായിരിക്കണം, അല്ലാത്തത് പറ്റൂല. അല്ലെങ്കിൽ ഓരോരുത്തരും ആലോചിച്ചുണ്ടാക്കി ഇതൊക്കെ ഇബാദത്താക്കാൻ തുടങ്ങും. അപ്പൊ ദീൻ എന്നൊരു സംഭവം തന്നെ നിലനിൽക്കൂല. അതുകൊണ്ട് ഇഖ്ലാസും മുതാബഅത്തും രണ്ടും കൂടെയുള്ള പ്രവർത്തനങ്ങൾ, അതാണ് സ്വാലിഹത്തുകൾ. അതേ അള്ളാന്റെ അടുക്കൽ വാലിഡായി തീരുള്ളൂ, സ്വീകാര്യയോഗ്യമായി തീരുള്ളൂ. ഇഖ്ലാസിൽ ഇപ്പം ചോർന്നു പോയാൽ അത് ശിർക്കിന്റെ ഗണത്തിലേക്ക് പോയി. മുതാബഅത്ത് ചോർന്നു പോയാൽ അത് വിദ്യാർത്ഥിന്റെ ഗണത്തിലേക്കും പോയി. അതുകൊണ്ട് തന്നെ ശിർക്കിന്റെ ഗണത്തിലേക്ക് ഒരിക്കലും പോവാത്ത വിധം ശരിക്കും അള്ളാഹ്ക്ക് ഇഖ്ലാസോട് കൂടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, വിദേഹത്തിലേക്ക് ഒരിക്കലും തന്നെ തെന്നി മാറി പോകാതെ റസൂലുള്ളാഹിനെ കൃത്യമായി പിന്തുടർന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് സ്വാലിഹായ അമലുകൾ. സ്വാലിഹാത്തുകൾ ചെയ്യുന്ന ആളുകൾ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. അവർക്കുള്ള സന്തോഷ വാർത്ത എന്താ കൊടുക്കാനുള്ളത്? അള്ളാഹിനെ ധിക്കരിക്കുന്ന ആളുകൾക്ക് ബസും ഷദീദായാണ് താക്കീത് നൽകിയത്. എന്നാൽ ഈമാൻ, അതുപോലെ തന്നെ ഈമാനിന്റെ മുസമ്മയിൽപ്പെട്ട അമലും സ്വാലിഹാത്തുകൾ അനുവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്, മുഅ്മിനീങ്ങൾക്കുള്ള സന്തോഷ വാർത്ത എന്താണ്? അന്നലഹും അജ്റൻ ഹസന, അവർക്ക് അജ്റുൻ ഹസൻ ഉണ്ട്. അജ്ർ പ്രതിഫലാണ്, റിവാർഡാണ്. അത് ഹസനൻ എന്നതിനെ വിശേഷിപ്പിക്കുന്നതിലാണ് ഏറ്റവും പ്രധാനം. ഒരു സംഗതി ഹസന്, ഇഹ്സാന്, ഹുസ്ന്, ഹുസ്ന, ഈ 3 അക്ഷരം വല്ലാത്തൊരു വാക്കാണ്.
അതില് ഒരു സംഗതി ഹസനാണെങ്കിൽ പിന്നെ യാതൊരു തരത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും അതിലുണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും രൂപത്തിൽ അതിന് ഒരു കലർപ്പ് വരാൻ പാടില്ല. ഏതെങ്കിലും തരത്തില് അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം അതിൽ വരാൻ പാടില്ല. അപ്പൊ കുറ്റമറ്റത്, കലവറയില്ലാത്തത്, കളങ്കമില്ലാത്തത്, പങ്കമില്ലാത്തത്. അപ്പോ ആ അജ്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? അത് കുറ്റം തീർന്നതായിരിക്കും, കലവറയില്ലാത്തതായിരിക്കും. അള്ളാഹു നൽകുന്ന പ്രതിഫലത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അവൻ പ്രതിഫലം നൽകിയിട്ടുണ്ടെങ്കിൽ ആ പ്രതിഫലം സ്വർഗാണല്ലോ. സ്വർഗത്തെ പറ്റി വർണ്ണിക്കാൻ നമുക്ക് വാക്കുകളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ സ്വർഗത്തിലുണ്ടാകുന്ന അനുഭവങ്ങൾ, അനുഭൂതികൾ അതിനെക്കുറിച്ച് പറഞ്ഞത് മാല അയ്നുൻ റഅത്, ഇന്നോളം ഒരു കണ്ണിനും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്തതാണ് അവിടെ കിട്ടാൻ പോകുന്നത്. വല ഉദുനുൻ സമിഅത്, ഒരു മനുഷ്യന്റെയും കാതിൽ ഇന്നോളം കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് അവിടെ അവന് ലഭിക്കാനുള്ളത്. വല ഖത്തറ അലാ ഖൽബി ബശർ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ, അവന്റെ ഭാവനയിൽ ഇതുവരെ വിടർന്നിട്ടില്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ എന്ത് ചോദിച്ചതൊക്കെ റെഡി. അതിന്റെ പുറമെ വലദൈന മസ്ജിദ്, നിങ്ങൾക്ക് ചോദിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്, അറിയാഞ്ഞിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാനും നിങ്ങളുടെ ഭാവനയിൽ കാണാനും പറ്റാത്ത അതിന്റെ അപ്പുറമുള്ളത് വേറെ കൊണ്ടുവരും. ആ സ്വർഗം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണത് ഹസനാകുന്നത്. എന്തെങ്കിലും ഒരു കുറവ്, ഒരു കുറ്റം, ഒരു പങ്കം, ഒരു കലർപ്പ്, എന്തെങ്കിലും ഒരു സൂചിപ്പിക്കാനില്ല. തീർത്തും കുറ്റം തീർന്നത്, കുറ്റമറ്റത്, പരിപൂർണമായിട്ടുള്ളത്, കലവറയില്ലാത്തത്, പങ്കമില്ലാത്തത്, അങ്ങനെയുള്ള പ്രതിഫലം അവർക്കുണ്ട്. അജ്റൻ ഹസന, അത് സ്വർഗാണ്. അജ്റൻ ഹസന കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വൽ മുറാദു ബിഹി അൽ ജന്ന. ആ ജന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജന്ന എന്ന് പറഞ്ഞാൽ ആ സ്വർഗത്തോപ്പുകൾ മാത്രല്ല, വമാ ഫിഹാ മിൻ നഈം, അതിലുള്ള നഈമുകൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കണ്ണിനും ഇതുവരെ കാണാനോ ഒരു ചെവിക്കും കേൾക്കാനോ ഒരു ഭാവനയിലും ഉദിക്കാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് മാത്രല്ല, എന്നാ ഞാൻ അതിൽ കയറിക്കഴിഞ്ഞാൽ ഇത് കുറച്ചനുഭവിച്ചിട്ട് പിന്നെ അത് കുറയൂല, അത് കൂടെ ചെയ്യുള്ളൂ. അതിന് പുറത്തു പോകേണ്ടി വരില്ല. അത് അവനിൽ നിന്ന് നീങ്ങിപ്പോകൂല. അതിൽ അവർ ശാശ്വതരുമാണ്. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകമായി പറഞ്ഞു, മാകിഫീന ഫീഹി അബദ. ആ സ്വർഗത്തിൽ അവർ മാക്കിസീങ്ങളാണ്. മക്കസ എംകുസു എന്ന് പറഞ്ഞാൽ സ്റ്റേ എന്ന് ഇംഗ്ലീഷിൽ പറയില്ലേ, അതിന് പകരമാണ് അറബിയിൽ മക്കസ എംകുസു. അതിന്റെ അഡ്ജക്റ്റീവാണ് മാക്കിസ്, അതിന്റെ ബഹുവചനമാണ് മാക്കിസീൻ, മാക്കിസൂൻ. മാക്കിസീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അഡ്വർബായിട്ട് ഉപയോഗിച്ചു. അവർ മാക്കിസീങ്ങളായിട്ടുണ്ടാകും അതിൽ. എങ്ങനെ? അബദൻ, എന്നെന്നും. അബദിയത്ത്, ഖാലിദീൻ എന്ന് പറയുന്നതിനേക്കാളും വലുതാണ് അബദൻ എന്ന് പറയുന്നത്. ഖുലൂദ് രണ്ട് തരത്തിൽ വരാം. ശാശ്വതം എന്ന് പറയുന്നതിന് രണ്ട് സ്വഭാവമുണ്ട്. ഒന്ന് ഖുലൂദ് അമദിയുൻ, രണ്ടാമത്തത് ഖുലൂദ് അബദിയുൻ. ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. യുഗങ്ങൾ ചിലപ്പോ നരകത്തിൽ കിടക്കേണ്ടി വരും, എന്നിട്ട് അവസാനത്തിന്റെ അവസാനം നരകത്തിൽ കേൾക്കും. അങ്ങനെ യുഗങ്ങൾ നരകത്തിൽ കടന്നാൽ അത് ഖുലൂദ് തന്നെയാണ്. അനശ്വരം എന്ന് പറയാം, അറബിയിൽ ഖാലിദ് എന്ന് പറയാം. പക്ഷെ ആ ഖുലൂദുൻ അമദിയുൻ, അതിനൊരു അമദുണ്ട്, എന്നാലും അവസാനം ഒരു അറ്റുണ്ട്. അങ്ങനെ ഒരു അറ്റമില്ലാത്ത, എൻഡ്ലെസ്, അറ്റമില്ലാത്തതിന് അതിന് അബദി എന്ന് പറയും. സ്വർഗത്തിന്റെ പ്രത്യേകത അതാണ്. സ്വർഗത്തിൽ ഒരാൾ കയറി കിട്ടിയ പിന്നെ അതിന് പുറത്താവില്ല. പിന്നെ എന്നും അതിലുണ്ടാവും, അതിനൊട്ട് അറ്റമല്ല. അതിലുള്ള നഈമുകൾ കൂടല്ലാണ്ട് ഒരിക്കലും കുറയില്ല. അതിലുള്ള നഈമുകൾ അവന് ചോദിക്കാനും പറയാനും പറ്റിയത് മാത്രമല്ല, അവന്റെ ചോദ്യത്തിനും അവന്റെ ഭാവനക്കും അപ്പുറത്തുള്ളത് വേറെ വേറെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ ആളുകൾ, ഈമാനിന്റെ പരിധിയിൽപ്പെട്ടതാണ് അമലുകൾ. അമലുകൾ എന്ന് പറഞ്ഞാൽ സ്വാലിഹായ അമലുകൾ. സ്വാലിഹായ അമൽ എന്ന് പറഞ്ഞാൽ തോന്നിയം ചെയ്താൽ പോരാ, ഇഖ്ലാസോടു കൂടിയും മുത്താബഅത്തോടു കൂടിയും ചെയ്യുന്ന അമലുകൾ.
അങ്ങനെ ഈമാനോ ഇഖ്ലാസോടും മുതാബഅത്തോടും കൂടിയുള്ള അമലുകൾ ചെയ്തുകൊണ്ടുള്ള അമലുകൾ ഉൾപ്പെടെയുള്ള ഈമാൻ, തെറ്റില്ലാത്ത ഈമാൻ, ശരിയായ ആ ദൃഢമായ യഖീനോട് കൂടിയുള്ള ഈമാൻ, അങ്ങനെയുള്ള ഈമാൻ അനുസരിച്ച് കുറച്ചു കാലം, എത്ര കാലത്തിന്റെ ക്യാൻവാസിൽ ഈ ഭൂലോകത്ത് മനുഷ്യൻ ജീവിക്കുന്നത് എത്ര ചെറുതാണ്, അടയാളപ്പെടുത്താൻ കഴിയാത്ത അത്ര ചെറിയ ഒരു അത്രയും തിന്നായിട്ടുള്ള ഒരു കാലയളവ് ഇവിടെ അള്ള പറഞ്ഞത് കേട്ടു, അനുസരിച്ചു, അത് പൂർണ്ണമായി കേട്ടു, പൂർണ്ണമായി അനുസരിച്ചു, അള്ള പറഞ്ഞ രൂപത്തിൽ അവന് സർവഥാ കീഴ്പ്പെട്ടു. അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യന് പിന്നെ കിട്ടാൻ പോകുന്നത് അജ്റൻ ഹസന മാകിസീന ഫീഹി അബദ, അതിലവർ ശാശ്വതരാണ്. ഇനി രണ്ടാമതും ഇൻസാറിലേക്ക് തന്നെ പോവുകയാണ്. ഒന്നുകൂടെ എലോബറേറ്റ് ചെയ്തു. ആദ്യം ആമായിട്ട് പറഞ്ഞു, ഇനി പൊതുവായിട്ട് പറഞ്ഞതിനെ ഒന്നും കൂടി മുജ്മലായിട്ട് പറഞ്ഞതിനെ ഒന്നും കൂടി സംക്ഷേപമായി കൊടുത്തതിനെ ഇനി ഒന്നും കൂടെ എലോബറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ കിതാബ് അല്ലാഹ് ഇറക്കിയത് ഇൻദാർ നൽകാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താക്കീത്, മുന്നറിയിപ്പ്. ആരെ? അല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അല്ലാഹു മക്കളെ സ്വീകരിച്ചു എന്ന് പറയുന്നവരെ താക്കീത് ചെയ്യാനാണ്. ഇത് ശിർക്കിന്റെ ദീനാണ്, ശിർക്കിനെക്കാളും ഗൗരവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുത്രിയെ, സന്താനത്തെ സ്വീകരിച്ചു. വലത് എന്ന് പറയുമ്പോൾ അറബിയിൽ ആ വാക്ക് ഉപയോഗിക്കുക ഒരാളുടെ ഓഫ് സ്പ്രിങ് എന്ന അർത്ഥത്തിലാണ്, സന്താനം എന്ന അർത്ഥം, ആണാവാ പെണ്ണാവാ. അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറയുന്നതോടുകൂടി അള്ളാഹുവിൽ പങ്കു ചേർത്തു, അള്ളാഹിന്റെ ദാത്തിൽ തന്നെ പങ്കു ചേർക്കുക. അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും വലിയ തെറ്റ് ശിർക്കുണ്ട്, അതിൽ അധികമുണ്ട്, ശിർക്കുണ്ട്, അതിൽ അധികമുണ്ട്. അള്ളാഹിനെ കുറിച്ച് കളവ് ആരോപിച്ചു. ആ ആരോപിക്കുന്ന ആരോപണം അത് ശിർക്കിന്റെ ആരോപണമാണ്. ആരത് ആരോപിച്ചത്? ഒന്ന് മുശ്രിക്കുകൾ തന്നെ. അവര് പറഞ്ഞു അൽ മലായികത്തു ഇനാസുർ റഹ്മാൻ, മലക്കുകൾ അള്ളാഹുവിന്റെ പുത്രിമാരാണ്. പിന്നാരാ? ജൂതന്മാര് പറഞ്ഞു ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ എന്ന് പറയുന്ന പ്രവാചകൻ അള്ളാഹുവിന്റെ പുത്രനാണ്. പിന്നാര് പറഞ്ഞു? ക്രൈസ്തവര് പറഞ്ഞു, അവര് പറഞ്ഞു ഈസ ഇബ്നുല്ലാഹ്, അള്ളാഹിന്റെ പുത്രനാണ്. ഇങ്ങനെ അള്ളാഹു പുത്രന്മാരെയോ പുത്രിമാരെയോ സ്വീകരിച്ചു എന്ന് അള്ളാഹുവിനെ കുറിച്ച് തഖബ്ബുൽ നടത്തിയിട്ടുള്ള, എന്താണ് പറയാനുള്ള അവരുടെ ആധാരം എന്താണ്? വല്ല തെളിവുണ്ടോ? ഒരു തെളിവുമില്ല. വല്ല രേഖയുണ്ടോ? ഒരു രേഖയല്ല. അവരുടെ അടുക്കലുണ്ടോ? ഇല്ല. അവരുടെ അപ്പന്മാരുടെ അടുക്കലുണ്ടോ? അതുമില്ല. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹിനെ കുറിച്ചിട്ട് വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞു. അത് ചെറിയ കാര്യമല്ല, അതിഗുരുതരമായ ആരോപണം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനത്തെ ആരോപണം നമ്മൾ നടത്തൂല എന്ന് മാത്രമല്ല, ആരൊക്കെ അള്ളാഹിനെ കുറിച്ച് ഇത്തരത്തിലുള്ള അതിഗുരുതരമായ ആരോപണങ്ങൾ നടത്തുന്നുവോ ആ ആരോപണങ്ങളെ നമ്മൾ നിഷേധിക്കുന്നു, തള്ളിക്കളയുന്നു. ആ ആരോപണങ്ങളിൽ നിന്ന് എന്റെ റബ്ബിനെ, അള്ളാഹുവിനെ ഞാൻ ഉയർത്തുന്നു. അവൻ അത്ര ചെറിയവനല്ല. അവന്റെ മഹത്വം, അവന്റെ വലിപ്പം എത്രയോ ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ സുബ്ഹാനല്ലാഹ് ഇവിടെ തസ്ബീഹ് ചെയ്യാം. ഇത് ഞാൻ ചെയ്യൂല എന്നല്ല, ചെയ്യുന്ന ആളുകളുടെ ഈ തെറ്റായ ആരോപണത്തിൽ നിന്ന് എന്റെ റബ്ബിനെ ഞാൻ ഉയർത്തുന്നു, അവന്റെ വിശുദ്ധിയെ, അവന്റെ പൂർണ്ണതയെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നു, വാഴ്ത്തുന്നു. അതാണ് തസ്ബീഹ്. ഇങ്ങനെ അള്ളാഹു പുത്രന്മാരെ സ്വീകരിച്ചു എന്ന് പറയുന്ന ആളുകളെ താക്കീത് ചെയ്യാൻ വേണ്ടിയാണ്. വയൻജഅല്ലദീന ഖാലു, ഇങ്ങനെ പറഞ്ഞ ആളുകൾ, അവരെ താക്കീത് ചെയ്യുന്നു. അവർ പറഞ്ഞത് ഇത്തഖദല്ലാഹ്, അള്ളാഹു സ്വീകരിച്ചു, വലദൻ, സന്താനത്തെ സ്വീകരിച്ചു. ഈ സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറയുന്നത് ഈ 3 രൂപത്തിലാണ് മുശ്രിക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതോടുകൂടി അള്ളാഹിന്റെ ഏകത്വത്തെയാണ് അവർ നിഷേധിക്കുന്നത്. അള്ളാഹ്
എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്കുള്ള ആ റുബൂബിയ്യത്തിന്റെയും ഉലൂഹിയ്യത്തിന്റെയും ഗുണങ്ങൾ അവനിൽ നിന്ന് പിൻമുറയിലേക്ക് മക്കളിലേക്ക് അത് സംക്രമിക്കുന്നു. അപ്പൊ റുബൂബിയ്യത്തിന്റെ ഉലൂഹിയ്യത്തിന്റെ ഗുണം അവന് മാത്രമല്ല അവന്റെ മക്കൾക്കും വന്നു. അങ്ങനത്തെ മക്കൾ അവനുണ്ടായി. ഇത് അള്ളാഹുവിന്റെ സമദീയത്തിനെതിരാണ്, അള്ളാഹുവിന്റെ വഹദാനീയത്തിനെതിരാണ്, അള്ളാഹിന്റെ അഹദീയത്തിനെതിരാണ്. ഇങ്ങനെ ഒരു നിലക്കും ഏതെങ്കിലും ഒന്നിലേക്ക്, അത് മുകളിലേക്കോ താഴേക്കോ സൈഡിലേക്കോ എവിടത്തേക്കെങ്കിലും അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള ഒരു ഗുണം ഒരാൾക്കും പകർന്നു കൊടുക്കുന്നില്ല. അള്ളാഹ് അവൻ ഏകനാണ്, അവൻ ഏറ്റവും വലിയവനാണ്, അവൻ ഏകനാണ്. ഈ പറഞ്ഞത് ഏറ്റവും ഈ ഇങ്ങനെ മക്കളെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമായിട്ടല്ല. റഹ്മാനു വലദ ലഖദ് ജിഅ്തും ശൈഅൻ നിദ്ദ തകാദു السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا وما ينبغي للرحمن أن يتخذ ولدا. അത് സൂറത്ത് ത്വാഹയിൽ പിന്നെ സൂറത്ത് മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനിശിതമായ ഭാഷയിൽ അതിനെ താക്കീത് ചെയ്യുന്ന വചനങ്ങൾ വേറുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏതാണെങ്കിലും അങ്ങനെ അള്ളാഹ് സന്തതികളെ സ്വീകരിച്ചു എന്ന് പറയുന്നവരെ താക്കീത് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് പറഞ്ഞു മാലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം, മാലഹും ബിഹി മിൻ ഇൽം. അങ്ങനെ അവർ പറയുന്നതിന് അവർക്കൊരു രേഖയില്ല. ലാ അഖ്ലൻ വലാ നഖ്ലൻ. അഖ്ലുകൊണ്ട് ആലോചിച്ച് നോക്കിയാൽ അതിനൊരു രേഖ കിട്ടില്ല. നഖ്ലിൽ അള്ളാഹ് അങ്ങനെ ഞാനൊരു പുത്രനെ സ്വീകരിച്ചു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വഹയി അള്ളാഹ് ഇറക്കിയിട്ടില്ല. അവർക്കില്ല എന്നല്ല, വലാ ലിആബാഇഹിം, അവരുടെ അപ്പന്മാർക്കുമില്ല. മാലഹും, അവർക്കില്ല, ബിഹി, ഈ കാര്യത്തിന്, മിൻ ഇൽമിൻ, ഒരു രേഖല്ല. അതിന് രേഖ ഉണ്ടോ? അവർക്ക് ഒരു തെളിവില്ല. അവരുടെ കയ്യിലില്ല എന്നല്ല, അവരുടെ പൂർവികന്മാരുടെ കയ്യിലില്ല. മറിച്ച് ഖബുറത്ത്, അത് കുറച്ച് അതിര് വിട്ടിട്ടുണ്ട്, വളരെ അതിഗുരുതരമാണ്. ഖലിമത്തൻ, ഒരു വാക്ക് എന്നർത്ഥത്തിൽ, ഒരു വചനം എന്നർത്ഥത്തിൽ അത് അതിന്റെ ഗൗരവം കൂടിയിട്ടുണ്ട്. അള്ളാഹിനെ കുറിച്ച് അത്ര പറയാൻ പാടില്ലാത്ത. എന്തുകൊണ്ട് മനുഷ്യന്മാർ പേടിക്കുന്നില്ല? ഭൂമി പിളരാൻ, ആകാശം പൊട്ടിത്തകർന്നു വീഴാൻ, പർവ്വതങ്ങളെല്ലാം തന്നെ ധൂളികളായി പറക്കാൻ, തകർന്നടിയാൻ, അതിന് മാത്രം ഗൗരവമേറിയിട്ടുള്ള ഒരു വാക്ക്. അങ്ങനത്തെ വാക്കാണ് അവരുടെ വായിൽ നിന്ന് തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ നാവിൽ നിന്ന് പുറത്തു വരുന്നത്. യഖൂലൂന ഇല്ലാ കദിബ, കളവല്ലാതെ, പച്ചക്കളവല്ലാതെ മറ്റൊന്നുമല്ല അവർ പറയുന്നത്. അവിടെ ഇൻ എന്ന് പറയുന്നത് നാഫിയ, നിഷേധാർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുള്ളതാണ്. അത് നെഗേറ്റ് ചെയ്യാനാണ്, സെന്റൻസിനെ നെഗേറ്റ് ചെയ്യാനാണ്. ഇൻ യഖൂലൂന, അവർ പറയുന്നില്ല, ഇല്ലാ കദിബ, ഇസ്തിസ്ന ചെയ്താൽ കളവല്ലാതെ മറ്റൊന്നും. അപ്പൊ അള്ളാഹിനെ കുറിച്ച് പച്ചയായ കളവാണ് അവർ പറയുന്നത്. ഈ വിഷയം നമ്മളൊക്കെ ചിലപ്പോ ചെറുതായി നമ്മുടെ മനസ്സിൽ തോന്നും. ഇല്ല, ഒരിക്കലും ചെറുപ്പം തോന്നണ്ട. ഇത് അതിഗുരുതരമാണ്. കബുറത്ത്, ആ കാര്യം അത്ര വലിയ കബീറത്താണ്, മോർട്ടൽ സിന്നാണ്. അതിന്റെ അപ്പുറം വേറെ സിന്നില്ല. അതിൽ ഷിർക്കുണ്ട്, വലിയ ഷിർക്ക്, അള്ളാഹിന്റെ ദാത്തിയായ ദാത്തിൽ തന്നെ പങ്കു ചേർക്കുന്ന ഷിർക്കുണ്ട്. അതിൽ തഖബ്ബുൽ അനല്ലുണ്ട്. അതിന്റെ ഗൗരവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു തന്നെ പറഞ്ഞത്, ആകാശങ്ങൾ പൊട്ടിത്തകർന്നു വീഴുന്ന, ഭൂമിയെല്ലാം തന്നെ പൊട്ടിപ്പിളരുന്ന, പർവ്വതങ്ങളെല്ലാം തന്നെ തകർന്നടിയുന്ന അത്രത്തോളം ഗുരുതരമായിട്ടുള്ള കാര്യമാണത്. അവരുടെ വായിൽ നിന്ന് പുറത്തു വരാവുന്നതിലെ ഏറ്റവും ഗുരുതരമായ വാക്കാണ്. കദിബല്ലാതെ വേറൊന്നുമല്ല അവരതുകൊണ്ട് പറയുന്നത്. ഞാനിവിടെ നിർത്തുകയാണ്. ഇനി വേറെ രണ്ട് കാര്യം കൂടി പറയാം. ഒന്ന്, നേരത്തെ കഴിഞ്ഞ ഇതിന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇസ്തിആദത്ത് അതിൽ തെർത്തീലില്ല എന്ന്. അപ്പോ ബഹുമാന്യനായ എൻ്റെ ഒരു സുഹൃത്ത്, അയാൾ നല്ല എളിമുള്ള ഒരാളാണ്, അയാൾ എന്നോടൊരു സംശയം അങ്ങനെ ഉന്നയിച്ചു. പേഴ്സണലായിട്ടാണ്, ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ എല്ലാവർക്കും കൂടി ഫായ്ദ ആയിക്കോട്ടെ. അതിനെന്താണ് തെളിവ്? ഉലമാക്കൾ പലരും അത് തെർത്തീലോട് കൂടി പാരായണം ചെയ്യുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഉലമാക്കളിൽപ്പെട്ട പലരും തെർത്തീലോട് കൂടി പാരായണം ചെയ്യുന്നുണ്ട്, സത്യമാണ്, ചെയ്തിട്ടുണ്ട്. അതില്
അതൊക്കെ ആണെങ്കിലും അതിന്റെ ഹുക്മ് പറയുമ്പോൾ വറത്തിലിൽ ഖുർആന തർത്തീല, ഖുർആനാണ് നിങ്ങൾ തർത്തീൽ ചെയ്യേണ്ടത്, ഈണത്തോടു കൂടി വായിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ നബിക്ക് ഒന്നും തന്നെ മഅദിന ലി നബിയിഹി, തന്റെ നബിക്ക് അനുവാദം കൊടുത്തിട്ടില്ല ഇങ്ങനെ ഈണത്തോടു കൂടി പാരായണം ചെയ്യാൻ. ഏത് ഖുർആൻ പാരായണം ചെയ്യാൻ അനുവാദം കൊടുത്തതല്ലാതെ പറഞ്ഞു. ബാങ്ക്, ദുആ പോലുള്ളതിനൊന്നും ഈണം പാടില്ല. ഇതാണ് അതിന്റെ ഹുക്കം. ഖുർആനില് വൈദാ ഖറഅത്തിൽ ഖുർആന ഫസ്തഅദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞു പോകുന്നിടത്ത് അത് പാടാം എന്നല്ലാതെ മറ്റത് ചെയ്യേണ്ടതില്ല, ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അത് പറയുന്ന ഉലമാക്കൾ തന്നെ ചിലപ്പോൾ ചിലർ ഓതുമ്പോൾ അതിലേക്ക് വസൂൽ ചെയ്തിട്ട് മുജാനസത്തിന്റെ ബാബിൽ ചിലപ്പോൾ തർത്തീൽ വരുത്താറുണ്ട്. പക്ഷെ അതിന്റെ സൂക്ഷ്മമായ അതിന്റെ ഹുക്മ് അത് ദുആ മാത്രമാണ്. ദുആകൾ ഒന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു തർത്തീലോട് കൂടി, അതിൽ ഖിനാഅോട് കൂടി, ഈണത്തോടു കൂടി വായിക്കാൻ അനുവാദം കൊടുത്തിട്ടില്ല. അത് ഉലമാക്കളോട് നിങ്ങൾ ചോദിച്ചോളൂ. എന്നോട് ആ സംശയം ചോദിച്ച ആൾക്ക് അത് ഉലമാക്കളോട് ചോദിക്കാൻ കഴിവുള്ള ഒരാളാണ്. ഷെയ്ഖ് താരിഖിനോട് ചോദിച്ചു നോക്കൂ. ഷെയ്ഖ് താരിഖ് ആ കാര്യം തന്നെ പറയും. ഷെയ്ഖ് അൽബാനി തന്നെ അദ്ദേഹത്തിന്റെ ഒരു സിൽസിലത്തുൽ ഹുദാ വന്നൂർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ശരീഅത്തിൽ അത് വരുന്നുണ്ട്. പെട്ടെന്ന് എനിക്ക് തെരഞ്ഞിട്ട് കിട്ടിയിട്ടില്ല എന്ന് മാത്രം, അതൊന്ന് പറയുന്നു. രണ്ടാമത്, നമ്മൾ ഇന്നിപ്പോ വെള്ളിയാഴ്ചയിലാണല്ലോ, യൗമുൽ ജുമുഅയിലാണ്. യൗമുൽ ജുമുഅന്റെ ലൈലത്ത് രാത്രിയാണ് ആദ്യം വരിക, പിന്നെയാണ് പകല് വരിക. അപ്പൊ ആദ്യ ഭാഗം രാത്രി തുടങ്ങി കഴിഞ്ഞു, ഇന്ന് മഗ്‌രിബോടുകൂടി. വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതിനെ കുറിച്ച്, വെള്ളിയാഴ്ചയുടെ പകലിൽ പാരായണം ചെയ്യുന്നതിനെ കുറിച്ച്, വെള്ളിയാഴ്ചയുടെ രാവിൽ പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് ഒക്കെ റിവായത്തുകളുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് അതൊക്കെ ഹസനെങ്കിലുമാണ് പലതും. ചിലത് അതിലും ഹസനേക്കാളും നല്ലതാണ്, ചിലത് ഹസനെങ്കിലുമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം അത് രാത്രി പകല് ഒക്കെ നമുക്കത് ഓതാം. ഓതിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. അത് ഖിയാമത്ത് നാളിൽ അയാൾക്ക് 100 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈത്തുൽ അത്തീഖിനും അയാൾക്കും ഇടയിൽ 100 അതുണ്ടാവും എന്നൊക്കെ പറയുന്ന ഹദീസുകളുണ്ട്. അതുകൊണ്ട് ഈ ദിവസം, ഇപ്പൊ നമ്മളുള്ള ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യേണ്ടതാണ് എന്നുകൂടി, അത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. നാട്ടിലങ്ങനെ ഉണ്ട്, നമുക്കത് അറിയില്ല എന്ന് കരുതി ചിലര് ചെയ്യാതിരിക്കാം. അതിന് കൃത്യമായൊരു രേഖ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ലല്ലോ. ഉണ്ട്, അതിന് കൃത്യമായ ഹദീസുകളുണ്ട്. അത് ഒരാള് വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുകയാണെങ്കിൽ അത് അയാൾക്ക് 100 എന്ന് പറയുന്ന ഹദീസുകൾ പല മുഹദ്ദിസുകളും റിവായത്ത് ചെയ്തതും, അതുപോലെ തന്നെ മുൻഗാമികളും ആധുനികരുമായിട്ടുള്ള ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ള ആധുനികരും അത് സ്വീകാര്യം എന്ന് വിധി പറഞ്ഞിട്ടുള്ളതുമായ ഹദീസ് ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. 2. മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. മൂന്നാമത്തെ കാര്യം, സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ അത് ഒരാൾ പഠിച്ചാൽ, പാരായണം ചെയ്യുകയാണെങ്കിൽ മസീഹ് ദജ്ജാൽ വരുന്ന സമയത്ത് അയാൾക്ക് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നുള്ള ഇസ്മത്താകും എന്നതും ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അതിൽ 2 റിവായത്ത് കാണും. ആദ്യത്തെ 10 ആയത്ത്, അവസാനത്തെ 10 ആയത്ത്. അവസാനത്തെ 10 ആയത്ത് എന്ന് പറയുന്നത് അത് ഷാദാണ് എന്നാണ് മുഹഖിഖുകൾ പറഞ്ഞിട്ടുള്ളത്. അൽബാനി ആദ്യം അത് ഷാദാന്ന് പറഞ്ഞു, പിന്നെ ഷാദല്ല എന്ന് പറഞ്ഞു, പിന്നെ അതിൽ നിന്ന് വീണ്ടും അയാൾ മടങ്ങി അത് ആദ്യത്തെ 10 എന്നുള്ളത് തന്നെയാണ് എന്ന് മൂപ്പര് തഹ്ഖീഖ് ചെയ്യുന്നുണ്ട് ഒരു സ്ഥലത്ത് സിൽസിലയിൽ. ഏതാണെങ്കിലും ശരി, ഇതിന്റെ സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. മസീഹ് ദജ്ജാലിൽ നിന്നുള്ള ഇസ്മത്ത് കൂടി കിട്ടുന്നതിന് കാരണമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഒന്നുകൂടെ ഹിമ്മത്ത് വെച്ച് പഠിക്കുക, പാരായണം ചെയ്യുക. ഞാൻ അവസാനിപ്പിക്കുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.